നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സൈക്കിളിൽ കാറ്റ് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. വീട് കയറി 5 അംഗ സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. കടം വാങ്ങിയ 22 ലക്ഷവുമായി മുങ്ങി. 20 വർഷത്തിന് ശേഷം പ്രതി പിടിയിൽ. നെടുമൺകാവ് സ്വദേശി ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. 227 ഗ്രാം MDMA-യുമായി കരുനാഗപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. തൊടിയൂർ സ്വദേശി അനന്തുവാണ് അറസ്റ്റിലായത്. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. നിരവധി മോഷണ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 100-ലധികം മോഷണ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. വീട് കയറി 5 അംഗ സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. സൈക്കിളിൽ കാറ്റ് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. 5 അംഗ സംഘത്തിന്റെ വീട്ടിൽ കയറിയുള്ള ആക്രമണത്തിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റത്. ചവറ മുകുന്ദപുരം മേനാമ്പള്ളി പുലിപ്രം വീട്ടിൽ കിഴക്കതിൽ മറിയം ബീവി, മകൻ റിയാസിന്റെ ഭാര്യ മാജിദ, മക്കളായ ആദില, അദിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മറിയം ബീവിക്ക് കാലിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ സൈക്കിൾ കട നടത്തുന്ന നാസർ, മക്കളായ അജുമൽ, അനസ് എന്നിവർക്കും മറ്റ് 2 പേർക്കുമെതിരെ ചവറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 26 ദിവസമേ ഉള്ളൂ. അതിനപ്പുറം വെച്ച് എൻ്റെ മോനെ പെരക്കകത്തിട്ട് മർദ്ദിച്ച് പിടിച്ച് വലിച്ചാഴ്ച വിളിക്ക് കൊണ്ടുപോയി വിത്തോടെ കൂട്ടി വെച്ച് ഇടിച്ച്. ഞാനത് കണ്ടോടുകൂടി ചെന്നപ്പോൾ എന്നെ പിടിച്ച് ദൂരെ എറിഞ്ഞ് എൻ്റെ കാലിന് അപകടമായി. എന്നെ ആശുപത്രി കിടത്താൻ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ മക്കൾ ആശുപത്രിയിൽ അതിനെ കൊണ്ട് തന്നെ അവിടെ നിർത്താൻ ആളില്ലാന്ന് എന്നെ വീട്ടിൽ കൊണ്ടിട്ടേക്കുക. ആരും എന്നെ നോക്കാനേ എന്നെ ആശുപത്രിയിലായപ്പോൾ എനിക്ക് അവിടെ നിൽക്കണമെന്നില്ല. എൻ്റെ മക്കളെ ഇടിച്ചനെ കൊണ്ട് എനിക്ക് നിൽക്കാനില്ലാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിർബന്ധത്താലെ വീട്ടിൽ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ മോൻ്റെ വഴിക്ക് ആരെങ്കിലും ചെയ്യുന്നവരെൻ്റെ മോനെ വേദനയും എൻ്റെ മോനെ ഇടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തയ്ക്കാൻ കയറി ചെന്ന് അവന്മാർ പിടിച്ചെന്നെ ഒരു എറിഞ്ഞ് എൻ്റെ കാല് നടക്കാൻ വയ്യാത്ത വിധത്തിലായി. അതിൻ്റെ പരിഹാരം കണ്ടെത്തണം എനിക്ക്. അതേയുള്ള എൻ്റെ മോന് ഞാനിവിടെ 40 ദിവസം കഴിയുന്നതിന് മുമ്പ് വിളിക്കായിപ്പോയി. എനിക്കതൊരു വലിയ സങ്കടത്തിരിക്കുക. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 26 ദിവസമേ ആയുള്ളൂ. എൻ്റെ കുഞ്ഞിനെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ ഓടി ചെന്നപ്പോൾ എന്നെ പിടിച്ചെറിഞ്ഞ് എൻ്റെ മോനെ വിത്തിയോടെ കൂട്ടി വെച്ച് ഇടിച്ച്. പുറത്ത് മൂക്ക് പിടിച്ച് തറയിലിടിച്ച് വിത്തിയോടെ ഇടിച്ച് എൻ്റെ മോന് മൂക്ക് ചതഞ്ഞിരിക്കുന്നു. പുറത്തും നെഞ്ചത്തും എല്ലാം ഇടിച്ച് ഞങ്ങൾ എനിക്ക് അമ്മയത്തെ വിധത്തിലാക്കി ഇട്ടേച്ച് അമ്മ അയലത്തുകാർ വന്ന് പിടിച്ചു മാറ്റിയപ്പം എൻ്റെ മോന് മരിച്ചു പോയതിനെ ശ്വാസം പിടിക്കാനുള്ള കഴുത്തടിക്ക് പിടിച്ചുകൊണ്ട് നിന്നത്. നാസറിൻ്റെ കടയിൽ റിയാസിൻ്റെ മകൻ അദിനാൻ സൈക്കിളിൽ കാറ്റ് നിറയ്ക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് വീട് കയറിയുള്ള ആക്രമണത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ അതിക്രമിച്ചു കടന്നവർ സ്ത്രീകളെയും കുട്ടികളെയും റിയാസിനെയും ആക്രമിക്കുകയായിരുന്നുവെന്നും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും കുട്ടികളെ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. സർക്കാർ ആശുപത്രികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയാകുന്നുവെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. പാവപ്പെട്ട രോഗികൾക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ യഥാസമയം ചികിത്സ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം കൂട്ടിരിപ്പുകാരും രോഗികളും വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ഫാർമസികളിൽ മരുന്നുകൾ ലഭ്യമാകുന്നില്ലെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സ്റ്റോറിലേക്ക് കൂട്ടിരിപ്പുകാർ കുറുപ്പടിയുമായി ഓടുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി.
കേരളത്തിലുടനീളം ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ആശുപത്രിയിലേക്കും മാർച്ച് നടത്തിയത്. ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത 10,000-കണക്കിന് ആളുകളുടെ ഒരു സംഗമ ഭൂമിയാണ് കേരളം. ആ കേരളത്തിലെ പാവപ്പെട്ടവനായ ആളുകൾക്ക് ഒരു അസുഖം വന്നാൽ അവർക്ക് ഏക ആശ്രയമായ ഗവൺമെന്റ് ആശുപത്രിയിൽ പോലും ഇപ്പൊ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ മരുന്നില്ല. അവിടെ രോഗികൾ ഒരുപക്ഷെ കിടന്നാൽ അവന്റെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥ. കാരണം പൊട്ടിപ്പൊളിഞ്ഞത് നിങ്ങൾക്കറിയാം. ഇതിന്റെ മേളിൽ ഒരു ആല് വരെ കിളിച്ചു പോകേണ്ട ഒരു വലിയ ആല് വരെ ഇതിന്റെ മേളിലുണ്ട്. അതുപോലെ തന്നെ എത്രയോ വട്ടം ഇതിന്റെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഒരു വ്യക്തികളും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ നീങ്ങുന്നത്. അഡ്വക്കേറ്റ് സരസ്വതി അധ്യക്ഷത വഹിച്ചു. ദിലീപ് കുമാർ, ഡോക്ടർ ലക്ഷ്മിപിള്ള, അഷ്ടമുടി സുനിൽകുമാർ, സാജൻ കൊല്ലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടത്തി. CPI കൊല്ലം കണ്ണനല്ലൂർ നോർത്ത് വാർഡ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPI കണ്ണനല്ലൂർ നോർത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും നടത്തിയത്. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോയി ഓണപരീക്ഷ കഴിഞ്ഞാൽ പോലും പുസ്തകങ്ങൾ കയ്യിൽ കിട്ടാത്ത ഒരു സാഹചര്യം നിന്നിടത്താണ് ഇന്നും സ്കൂളിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി തന്നെ കുട്ടികളുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മുടെയൊക്കെ കൈകളിൽ കിട്ടുന്നത്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്നൊരു കാലഘട്ടമാണിപ്പോൾ. D. വിജയകുമാർ, ഇബ്രാഹിംകുട്ടി, കള്ളിക്കാട് തുളസീധരൻ, വസന്തരരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികൾക്കുള്ള മൊമന്റോ വിതരണം ഹണി ബെഞ്ചമിൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. MLA ഫണ്ടിൽ നിന്നും 1.75 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ തകർച്ചയ്ക്കെതിരെയും ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1.75 കോടി രൂപ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഐസൊലേഷൻ വാർഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഓച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടം നിർമ്മിച്ചതുകൊണ്ട് മാത്രം ആശുപത്രികൾ നന്നാകില്ല എന്നും ചികിത്സാ സംവിധാനം മെച്ചപ്പെട്ടതാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വില കൂടിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറുകളിലാണ് പ്രാക്ടീസ് തുടങ്ങുന്ന ഡോക്ടർമാർ പോലും പോകാറുള്ളത്. അവിടെയാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ രാവിലെ 7 മണി മുതൽ പാതിരാത്രി വരെയും തൻ്റെ ഒരു ജീവിതം താൻ ഒരു ഡോക്ടറാണ് എന്നുള്ള തിരിച്ചറിവ് പലർക്കും അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടം. ഒരു ഡോക്ടർക്ക് കേവലമായ മരുന്ന് കുറിച്ച് കൊടുക്കലും രോഗികളുടെ പരിചരണവും കാശുമേടിപ്പും മാത്രമല്ല, സമൂഹത്തോടൊരു പ്രതിബദ്ധത. ഓരോ രോഗിയോടും ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഡോക്ടറാവാൻ പറ്റില്ല. ഇത് പഠിച്ചത് മനുഷ്യനെ രക്ഷിക്കാനാണ് എന്നെ ദൈവം നിയോഗിച്ചത്. ഞാൻ ആ ഉത്തരവാദിത്വം സേവനം പോലെ ഏറ്റെടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞുകൂടാനുള്ള ശമ്പളവും വേതനവും ഒക്കെ എല്ലാവർക്കും ലഭിക്കണം. അങ്ങനെ ഒരു തത്വത്തിലധിഷ്ഠിതമായ പഴയകാലത്തെ ഡോക്ടർമാരുടെ പിന്മുറക്കാരനായ ഡോക്ടർ ഹാരിസ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി. അപ്പോൾ അതിനു മുമ്പേ പൊതുരംഗത്ത് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് BS വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. കാണ്ടി പിടിച്ച കെട്ടിടം കിടക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 4.25 വർഷക്കാലം ഈ CHSയിൽ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്? അതിനു മുമ്പുള്ള കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു. 5 വർഷക്കാലം ശബന്തികുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലും അതിനുശേഷം 5 വർഷക്കാലം കൃഷ്ണകുമാറും അൻസാറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 4.25 വർഷക്കാലത്തിനുള്ളിൽ ഈ ആശുപത്രിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക. അയ്യാണിക്കൽ മജീദ്, കയ്യാലത്തറ ഹരിദാസ്, B. സെവന്തികുമാരി, KB ഹർലാൽ, സതീഷ് പള്ളേമ്പിൽ, K. മോഹനൻ, K. ഷാജഹാൻ, ഷെരീഫ് ഗീതാഞ്ജലി, S. ഗീതാകുമാരി, മിനി പൊന്നൻ, HS സ്റ്റേഹരി, തേജസ് പ്രകാശ്, VN ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അക്ഷരമഹാസംഗമം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഹരിദാസ് സാവിത്രി ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകൾ വർത്തമാനകാലത്തും സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രസക്തമായ പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നതെന്ന് അവർ പറഞ്ഞു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി താലൂക്കിലെമ്പാടും ഗ്രന്ഥശാലകൾ നടത്തിയ 1000 പ്രവർത്തന പരിപാടികൾക്ക് സമാപനം കുറിച്ച് നടന്ന അക്ഷരമഹാസംഗമത്തിൽ 100 കണക്കിന് ഗ്രന്ഥശാല പ്രവർത്തകർ ചെറു സാംസ്കാരിക ജാഥകളായാണ് പങ്കെടുത്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതനമായ വികാസങ്ങൾ ഉണ്ടാകുന്ന കാലത്തും മനുഷ്യരിലേക്ക് അക്ഷര വെളിച്ചം പകരുന്ന വിളക്കുമാടങ്ങളാണ് ഗ്രാമീണ ഗ്രന്ഥശാലകളെന്ന്
എഴുത്തുകാരിയും കോളമിസ്റ്റും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ ഹരിത സാവിത്രി പറഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച അക്ഷരമഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഓരോ മനുഷ്യനെയും രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണെന്നും പുതിയ കാലത്ത് വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകി ഗ്രന്ഥശാലകൾ വർത്തമാനകാലത്തും സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രസക്തമായ പ്രവർത്തനമാണ് ഏറ്റെടുക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. വായനശാലകളിൽ TV വന്നതോടുകൂടി ലൈബ്രറികളുടെ കാലം കഴിഞ്ഞു എന്നെനിക്ക് ഒരു കാലത്ത് തോന്നിയിരുന്നു. പക്ഷെ ആ ധാരണ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത് അവസാനിക്കാൻ പോകുമായിരുന്നു. അതായത് ആ തിരി അണയാൻ പോയ ആ തിരിയെ വീണ്ടും തെളിച്ചു കൊണ്ടുവന്ന, വീണ്ടും ഈ നാടിന് പ്രകാശം നൽകുന്ന ഈ ലൈബ്രറി കൗൺസിലിനും ലൈബ്രറി പ്രവർത്തകർക്കും വായനശാല പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഗ്രന്ഥശാലകൾ നടത്തിയ 1000 പ്രവർത്തന പരിപാടികൾക്ക് സമാപനം കുറിച്ചാണ് അക്ഷരമഹാസംഗമം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. 100 കണക്കിന് ഗ്രന്ഥശാല പ്രവർത്തകർ ചെറു സാംസ്കാരിക ജാഥകളായാണ് ഇതിൽ പങ്കെടുത്തത്. കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി വി വിജയകുമാർ വിഷൻ 2026 പ്രവർത്തന രേഖ അവതരിപ്പിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും പ്രിവിലേജ്ഡായ, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെന്ന മനുഷ്യൻ ഞാനാണ് എന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയും. കഴിഞ്ഞ 15 വർഷമായി എന്റെ എല്ലാ പുലരികളും ഉദിച്ചത് നിങ്ങളുടെ മുമ്പിലും, എന്റെ എല്ലാ രാവസ്തമിച്ചത് നിങ്ങളുടെ മുമ്പിലുമാണ്. ആ പുലരികളിലും രാവിലും നിങ്ങളെല്ലാവരും കൂടി ചേർത്ത് വെച്ചു തന്ന അസാധ്യമായ മനുഷ്യ സ്നേഹം എന്ന മഹാനിയോഗമാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ കേരളത്തിന് ഒരു പുതിയ മാതൃക സമർപ്പിക്കുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി D സുകേശൻ, VP ജയപ്രകാശ് മേനോൻ, പ്രദീപ്, അനിൽ പുത്തേഴം എന്നിവർ പങ്കെടുത്തു. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ VS വിനോദ്, സെക്രട്ടറി നേഹ, ലൈബ്രറിയൻ കല, ഇൻസ്റ്റാ റീഡർ ജേതാവ് ആരിദ സുകുമാരൻ, ഗ്രാമദീപം പുരസ്കാര ജേതാവ് യമുന ഹരീഷ്, ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PB ശിവൻ, തഹസിൽദാർ AR അനീഷ് എന്നിവരെ ആദരിച്ചു. 4ാം ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ പോസ്റ്റർ പ്രകാശനം സ്പാനിഷ് സാമൂഹ്യ പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ ഇവാൻ നിർവഹിച്ചു. ദേവഗംഗ സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അക്ഷരഗാന ശില്പവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാടനം ചെയ്തു. പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോടതിയാണ് വെറ്റമുക്ക് പാരാഡിഗം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. 1ാം ക്ലാസ് അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചവറ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വെറ്റമുക്ക് പരാഡിഗം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് നിർവഹിച്ചു. കുട്ടിയുടെ അച്ഛൻ പല ദിവസങ്ങളും ലീവ് എടുത്ത് ഇങ്ങനെ പോകുന്ന കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ കുട്ടി ആലോചിച്ചപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ നമുക്ക് ഡെലിവറി ഡേറ്റ് അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൺലൈനിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒന്നുകിൽ കൺഫേംഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇത്ര % ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇന്നൊരു കോടതിയിൽ കേസ് കൊടുത്ത ഒരാൾക്ക് എന്ന് കേസ് തീരും എന്ന് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവില്ലല്ലോ. വസ്തുതയിൽ MLA പോയിൻ്റ് ഔട്ട് ചെയ്ത ആ ഒരു ലൈനിലേക്കാണ്. സമയബന്ധിതമായിട്ട് വ്യവഹാരങ്ങൾ തീർക്കാൻ നമുക്ക് ഒരു മെക്കാനിസം അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇന്നൊരു സൂട്ട് കോടതിയിൽ ചവറ മുനിസിപ്പൽ കോടതിയിൽ ഒരു ഇൻജക്ഷൻ സൂട്ട് ഫയൽ ചെയ്താൽ ഒരു എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഡിസ്പോസൽ ഇത്രയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. റെന്റ് കൺട്രോൾ മാറ്റേഴ്സ് 6 മാസമാണ്. പല സ്റ്റാറ്റ്യൂട്ട്സിലും സമയബന്ധിതമായ സമയം വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കാറില്ല. നമുക്ക് പല എക്സ്ക്യൂസുകളുണ്ട്. കോടതികൾ അഡ്വേഴ്സറിയൽ സിസ്റ്റമാണ്. അഭിഭാഷകർ തമ്മിൽ അഡ്വേഴ്സറീസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കോടതികളാണ്. സ്റ്റെപ്സിന് സമയം വേണം, മറ്റ് ക്രിമിനൽ കേസുകൾക്ക് ടൈം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ കൈകളിലാണെന്നുള്ളതാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവരാമേന്ദ്ര സാറിനോട് പറഞ്ഞു ഒരു മുനിസിപ്പൽ കോടതി അനുവദിച്ചൊക്കെ തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് പരിഗണിക്കാൻ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും ആവശ്യമുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യൂ, അതിനുള്ള ശ്രമം നടത്തിക്കോളാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഉദയകുമാർ സാർ വന്ന് കണ്ടിട്ട് പറഞ്ഞത് അത് ഫാമിലി കോടതിക്ക് ഇതൊരു മുഴുവൻ ഫ്ലോർ തന്നെ വേണ്ടി വരും, പറ്റുമെങ്കിൽ 2 ഫ്ലോറും തന്നെ ഫാമിലി കോടതിക്ക് വേണ്ടി വരും
എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത്ര കണ്ട് ജനങ്ങളുടെ ബാഹുല്യമാണ് ഈ പറഞ്ഞ കോടതികളുള്ളത്. അത് പിന്നീട് കുറച്ചും കൂടെ ബോധ്യപ്പെട്ടത് ഒരിക്കലും നമ്മുടെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടപ്പോൾ കോടതിക്ക് അത് ഗേറ്റെല്ലാം മതിലെല്ലാം പോയല്ലോ. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് റോഡ് നമ്മുടെ സർവീസ് റോഡ് പോകുന്നത്. അപ്പോൾ ആ സർവീസ് റോഡിലൂടെ സാവധാനം പോയ ദേവൻ രാമചന്ദ്രൻ സാർ ഒരിക്കൽ നമ്മുടെ കോടതി കാണാനിടയായി കാലിടുന്നുണ്ടാക്കുന്നത്. അത് പിറ്റേ ദിവസം പത്രവാർത്തയായിട്ടും വന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് എസ് സ്വാഗതം പറഞ്ഞു. ചവറ കുടുംബ കോടതി ജഡ്ജ് ഉദയകുമാർ വി, കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൈന കെ വി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചവറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശാ കോശി, ചവറ ന്യായാധികാരി ആതിരാചന്ദ്രൻ യു ബി, കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി ബി ശിവൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ പി ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. ചവറ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഹരിപ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. 227 ഗ്രാം MDMA-യുമായി കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി അറസ്റ്റിൽ. 27-കാരനായ അനന്തുവാണ് അറസ്റ്റിലായത്. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. വൻതോതിൽ ബാംഗ്ലൂരിൽ നിന്നും MDMA ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന മൊത്ത വിതരണക്കാരനാണ് അറസ്റ്റിലായ അനന്തു. തൊടിയൂർ പുലിയൂർ വഞ്ചിക്കിഴക്ക് മടത്തിൽ വടക്കതിൽ വീട്ടിൽ അനന്തുവിനെയാണ് എക്സൈസ് പിടികൂടിയത്. ജില്ലയിൽ സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ അളവിലുള്ള മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് എക്സൈസ് പറഞ്ഞു. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ 15 ലക്ഷത്തോളം രൂപ വില വരും. ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ MDMA കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന മൊത്ത വിതരണക്കാരനാണ് അനന്തു എന്നും എക്സൈസ് അറിയിച്ചു. ഇയാളുടെ ഇടനിലക്കാരെയും ഉപഭോക്താക്കളെയും പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രതി മുൻപും MDMA-യുമായി പിടിയിലായിട്ടുണ്ടെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ CP ദിലീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് അറസ്റ്റിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ ചണ്ണപ്പേട്ട മണക്കോട് മരുതിവിള പുത്തൻ വീട്ടിൽ 56-കാരനായ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തുന്ന രീതിയാണ് ഇയാളുടേത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ അഞ്ചലിലും പരിസരത്തും മോഷണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തവേ അഞ്ചൽ പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി ചണ്ണപ്പേട്ട ഭാഗത്തെ വെയിറ്റ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടിയത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്ന് ഉളിയും ചുറ്റികയും വാളും ഉൾപ്പെടെ കണ്ടെടുത്തു. തുടർന്ന് മോഷണ ശ്രമത്തിന് കേസെടുക്കുകയായിരുന്നു. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുക്കടവാറ്റിലെ കുളിക്കടവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം. ശബരിമല തീർത്ഥാടകരും പ്രദേശവാസികളും കുളിക്കാനും വിശ്രമിക്കാനുമായി ഉപയോഗിക്കുന്ന പ്രദേശമാണിത്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഇവിടെ സുരക്ഷാ സൗകര്യങ്ങൾ കുറവാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമല ദർശനത്തിനായി അച്ചൻകോവിൽ, പുനലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്നുവരുന്ന അയ്യപ്പ ഭക്തർ പ്രധാനമായും കുളിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നത് മുക്കടവ് ആറ്റിലെ കടവിലാണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ അപകട മേഖലയായി ഇവിടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. ശബരിമല തീർത്ഥാടന കാലത്ത് നൂറുകണക്കിന് തീർത്ഥാടകരാണ് മുക്കടവാറ്റിൽ കുളിക്കാനും വിശ്രമിക്കാനും സമീപത്തെ പാലത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനുമായി എത്തുന്നത്. സംസ്ഥാന പാതയോരത്ത് നിന്ന് 80 അടിയോളം താഴ്ചയിലൂടെയാണ് മുക്കടവ് 6 കടന്നുപോകുന്നത്. ആറ്റിലിറങ്ങാൻ പടികളോ മറ്റ് സൗകര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. ഇവിടെ എത്തുന്ന തീർത്ഥാടകരും മറ്റുള്ളവരും പാതയോരത്ത് നിന്ന് കൽക്കെട്ടുകൾക്കിടയിലൂടെ സാഹസികമായി നടന്നാണ് ആറ്റിലെത്തുന്നത്. ആറിന് സമീപത്തുകൂടി കടന്നു പോകുന്ന സംസ്ഥാന പാതയോരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശബരിമല തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഇവിടം ഇടത്താവളമാക്കാൻ പ്രധാന കാരണം. ശബരിമല സീസണിൽ വൻ തിരക്കാണ് മുക്കടവിൽ അനുഭവപ്പെടാറുള്ളത്. ഇത് വ്യാപാരികൾക്കും ഗുണം ചെയ്യുന്നുണ്ട്. മുക്കടവിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനും റീലുകൾ ചിത്രീകരിക്കാനും തദ്ദേശീയരായ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരളത്തിലെ മത്സ്യമേഖല പുത്തൻ ഉണർവിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ.
കൊട്ടാരക്കരയിൽ സംസ്ഥാന മത്സ്യ കർഷക അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡാക്ക്, മത്സ്യഫെഡ്, തീരദേശ വികസന കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. നബാർഡ് വഴിയും യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ ചർച്ചകളുടെ ഫലമായും അടുത്ത മാസം 18, 19 തീയതികളിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തീരദേശ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള സഹായം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അടുത്ത മാസം 18, 19 തീയതികളിൽ നടക്കുന്ന കോൺക്ലേവിൽ ഉണ്ടാവുകയെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിലെ വെല്ലുവിളികളെ മറികടക്കാൻ മത്സ്യ ഉൽപാദന മേഖലയിൽ പുതിയ ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുകയാണെന്നും സംസ്ഥാന മത്സ്യകർഷക അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. മത്സ്യകൃഷി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയാണ് പ്രേരിത പ്രജനന സാങ്കേതികവിദ്യ നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് നമ്മൾ ഈ ദിനം പ്രത്യേകമായി ആചരിക്കുന്നത്. അതിലെ പ്രകൃതിദത്ത ജലസ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കാതെ ഹാച്ചറികളിലൂടെ ഗുണമേന്മയുള്ളതും രോഗരഹിതവുമായ മത്സ്യക്കുഞ്ഞുങ്ങൾ ഉത്പാദിപ്പിച്ച് മത്സ്യോൽപാദനം പല മടങ്ങായി വർദ്ധിപ്പിക്കാൻ ഇതുവഴി നമുക്ക് കഴിയുന്നുണ്ട്. മലയാളി ശാസ്ത്രജ്ഞനായ ഡോക്ടർ KH അരിക്കുഞ്ഞി ഈ നേട്ടത്തിൽ പങ്കാളിയായിരുന്നു എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യകൃഷിക്ക് അനുയോജ്യമായതും മത്സ്യോപഭോഗം കൂടുതലുള്ളതുമായ സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൺസംഷൻ ഉപഭോഗവും ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടെ കേരളം. നമ്മളെല്ലാത്തരം മത്സ്യവും കഴിക്കുന്നവരാണ്, കൂടുതലും സമുദ്ര മത്സ്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ മത്സ്യകൃഷി ചെയ്യുന്ന നമ്മുടെ മത്സ്യങ്ങൾ, ശുദ്ധജല മത്സ്യമുണ്ട്, ഓരുജല മത്സ്യമുണ്ട്, അതെല്ലാം കഴിക്കുന്ന വലിയൊരു മാർക്കറ്റാണ് നമ്മുടെ മാർക്കറ്റ്. എന്ന് മാത്രമല്ല അത് കയറ്റി അയക്കാൻ പറ്റുന്ന വലിയ സാധ്യതയുണ്ട്. മത്സ്യമേഖലയിൽ സമുദ്ര മത്സ്യത്തിൻ്റെ കയറ്റുമതിയാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പരമ്പരാഗതമായി നമുക്ക് ഏറ്റവും കൂടുതൽ മത്സ്യമേഖലയെ ബന്ധമുള്ള സ്ഥലമാണ്. കടലോര പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പയിനായ ശുചിത്വ സാഗരം സുന്ദരതീരത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടൽ തീരം മുഴുവനും മാലിന്യമുക്തമാക്കിയ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 50,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മത്സ്യ കർഷക അവാർഡുകളും വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ 9 തീരദേശ ജില്ലകളിലെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ധർമ്മടം ഗ്രാമപഞ്ചായത്തിനും കണ്ണൂർ കോർപ്പറേഷനും 10,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും കൈമാറി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത ആർ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൽ നാസർ, കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ K ഉണ്ണികൃഷ്ണ മേനോൻ, വൈസ് ചെയർപേഴ്സൺ ബിജി ഷാജി, കൗൺസിലർ അരുൺ കാടാങ്കുളം, ഡോക്ടർ KK കുട്ടൻ, ഫിഷറീസ് ദക്ഷിണ മേഖലാ ജോയിന്റ് ഡയറക്ടർ S സന്തോഷ് കുമാർ, മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. 22 ലക്ഷവുമായി മുങ്ങിയയാളെ 20 വർഷത്തിന് ശേഷം പിടികൂടി. നെടുമൺകാവ് സ്വദേശി ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. 2005-ൽ ബിജു കൂടൽ സ്വദേശികളായ 2 പേരിൽ നിന്നും അടൂർ സ്വദേശിയായ ഒരാളിൽ നിന്നുമായി 22 ലക്ഷം രൂപ വാങ്ങുകയും തിരികെ നൽകാതെ മുങ്ങുകയുമായിരുന്നു. 3 പേരിൽ നിന്നുമായി 22 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തിരികെ കൊടുക്കാതെ മുങ്ങിയയാളെയാണ് 20 വർഷത്തിന് ശേഷം പിടികൂടിയത്. നെടുമൺകാവ് തെക്കേക്കര അങ്ങാടിയിൽ ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. 2005-ലാണ് ബിജു കൂടൽ സ്വദേശികളായ 2 പേരിൽ നിന്നും അടൂർ സ്വദേശിയായ ഒരാളിൽ നിന്നും 22 ലക്ഷം രൂപ വാങ്ങി മുങ്ങിയത്. തുടർന്ന് പണം നഷ്ടമായവർ പോലീസിൽ പരാതി നൽകി. അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ബിജു സ്ഥലം വിട്ടു. പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. 2009-ൽ ബിജുവിനെ പുനലൂർ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചു വന്ന ബിജു കർണാടകയിലെ മൈസൂരിലുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു. അഞ്ചൽ SHO ഹരീഷ്, SI പ്രജീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിനോദ് കുമാർ, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സൈക്കിളിൽ കാറ്റ് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം. വീട് കയറി 5 അംഗ സംഘത്തിന്റെ ആക്രമണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്.
കടം വാങ്ങിയ 22 ലക്ഷവുമായി മുങ്ങി. 20 വർഷത്തിന് ശേഷം പ്രതി പിടിയിൽ. നെടുമൺകാവ് സ്വദേശി ബിജുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത്. ഗ്രാം MDMA-യുമായി കരുനാഗപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. തൊടിയൂർ സ്വദേശി അനന്തുവാണ് അറസ്റ്റിലായത്. കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. നിരവധി മോഷണ കേസുകളിലെ പ്രതി അറസ്റ്റിൽ. വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 100-ലധികം മോഷണ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.